പ്രണയിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. പ്രണയം ഇന്ന് പല രീതിയിലുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രണയമുണ്ട്. കാമുകി കാമുകന്മാർക്കിടയിലുള്ള പ്രണയമുണ്ട്. എന്നാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കാമുകി കാമുകന്മാർക്കിടയിലുള്ള പ്രണയമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട് പരിചയപ്പെട്ട് പ്രണയിക്കുന്ന ആളുകളുണ്ട്. അവർ ജാഗ്രതയോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോ വേണമെങ്കിലും ഒരു തേപ്പ് സംഭവിക്കാം. തേപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. പോകേണ്ടത് പോയി കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട് പരിചയപ്പെട്ട് ആദ്യം മെസ്സേജായി, പിന്നെ ഫോൺ കോളായി, പിന്നെ വലിയ പ്രണയത്തിലേക്ക് കടന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാ ദിവസവും മെസ്സേജ് അയക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ മെസ്സേജ് അയപ്പാണ്. അതുപോലെ ഫോൺ കോൾ എല്ലാ ദിവസവും വിളിക്കും. ലാസ്റ്റ് ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ ഈ ആദ്യം സ്നേഹിച്ച സ്നേഹമൊന്നും പിന്നെ ഈ 3-4 മാസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകില്ല. മെസ്സേജ് അയപ്പ് ഉണ്ടാകില്ല, ചിലപ്പോൾ ഫോൺ കോൾ ഉണ്ടാകില്ല. ഇങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് തോന്നും, എന്തേ എനിക്കോ മെസ്സേജ് അയക്കാത്ത, എന്തേ, എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു തോന്നൽ ഈ ഒരാൾക്കുണ്ടാകും. ഇങ്ങനെ തോന്നുമ്പോൾ അവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുകയാണ്. ഇതിനുശേഷം പിന്നെ സംശയമായിരിക്കും. എന്ത് കാര്യത്തിനും സംശയം ഉണ്ടാകും. അവൾ എന്തേ ഓൺലൈനിൽ ഇത്രയും നേരം നിന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാത്തത്, അല്ലെങ്കിൽ അവൻ എന്തേ ഇത്രയും നേരം ഓൺലൈനിൽ ഉണ്ടായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാത്തത്. ഈ രണ്ടാലൊരു വ്യക്തിയുടെ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിക്കും. ആരെയൊക്കെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്, ആർക്കൊക്കെയാണ് പോസ്റ്റിന് ലൈക്ക് അടിച്ചിരിക്കുന്നത്, ആർക്കൊക്കെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അതോടെ വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും അപകടകരമായ അവസ്ഥയിലൂടെയാണ് ആ ഒരു സമയം കടന്നു പോകുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ കുടുംബക്കാരോടും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോടുമൊക്കെ എന്തെങ്കിലും സംസാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരാൻ സാധ്യത കൂടുതലാണ്. അവർ നമ്മെ ഉപദേശിക്കുമ്പോൾ, നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ നമുക്കതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെയാകുമ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം നമ്മുടെ മൈൻഡ് ഫുള്ള് ഈ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാനസികമായി തളർന്നു പോകുന്ന ആളുകളുണ്ട്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. പ്രണയിച്ച് 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 ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വല്ലാതെ തകർന്നു പോകും. മറ്റു ചില ആളുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടി പ്രണയിക്കുമ്പോൾ ഒരു രസമായി കാണുന്ന ആളുകൾ. ഒരാൾ വരും, അദ്ദേഹത്തിനെ പറഞ്ഞു വിടും, അടുത്ത ആൾ വരും, അദ്ദേഹത്തിനെ പറഞ്ഞു വിടും. അങ്ങനെ ഒരു രസമായി കാണുന്ന ആളുകൾ, പ്രണയിക്കുന്നത് ഒരു രസമായി കാണുന്ന ആളുകളുണ്ട്. അവർക്ക് അവരുടെ മനസ്സിൽ വിഷമങ്ങളൊന്നും തോന്നൂല. അവർക്കൊരു രസമാണ്. അദ്ദേഹത്തിന്റെ പ്രണയം എങ്ങനെയായിരിക്കും, അവളുടെ പ്രണയം എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഓരോ ആളുകളുടെയും പ്രണയം ഇങ്ങനെ ഒരു രസമായി കാണുകയാണ്. ഇതിൽ ആത്മാർത്ഥമായി സീരിയസ് ആയി പ്രണയിക്കുന്ന ആളുകൾക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ തേപ്പ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ മെസ്സേജ് അയക്കുന്ന, ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ കോൾ വിളിക്കുന്ന, നല്ല സൗന്ദര്യം കൂടുതലുള്ള ആളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പിറകെ പോകും. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും, എൻ്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് അറിയില്ല, എനിക്ക് അതൊക്കെയാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. നമ്മിൽ നിന്ന് അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്തൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരതിനൊക്കെ ഒഴിവുകൾ പറയുകയാണെങ്കിൽ, തടസ്സങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഒരു തേപ്പിനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയി ആയി ലാസ്റ്റ് മെസ്സേജ് കുറയും, ഫോൺ കോൾ കുറയും, കോണ്ടാക്റ്റ് കുറയും. അങ്ങനെ എല്ലാം കുറഞ്ഞ് 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 ഇല്ലാതെയാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാനസികമായി തളർന്നു പോകുന്നത് ഒരാൾ മാത്രമാണ്. മാനസികമായി തളർന്നിട്ട് രോഗങ്ങൾ ഉണ്ടാകും. അതുപോലെ ശരീരത്തിനെ അത് ബാധിക്കും, നമ്മുടെ കഴിവുകളെ ബാധിക്കും. ഒന്നും ചെയ്യാൻ തോന്നൂല, ഒരു കാര്യത്തിൽ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ തോന്നൂല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഹലാലായ ബന്ധത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ മാർഗം. നല്ല ഇണയെ കിട്ടാൻ വേണ്ടി, കുടുംബ ജീവിതം നല്ല രീതിയിൽ പോകാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് സൂറത്തുർ റഹ്മാൻ എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക എന്ന്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.